ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടക്കുന്ന സംഭവം അറിയാമല്ലോ. ഷിംജിത ദീപക് അവരുടെ പ്രശ്നമാണ് നടത്തിയിരിക്കുന്നത്. ബസ്സിൽ വെച്ചിട്ട് മോശമായ രീതിയിൽ പെരുമാറി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ സ്ത്രീ അങ്ങോട്ട് പോയി ഇടിക്കുകയാണ്. പുള്ളിക്കാരനെ പോയി ഇടിക്കുന്ന വീഡിയോസാണ് നമുക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങോട്ട് പോയി തള്ളി ഇടിക്കുന്ന പോലെ ഒരു വീഡിയോസാണ് കാണുന്നത്. അങ്ങനെ ബസ്സിൽ ഒരാൾ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്ലോ, ഒന്നല്ലെങ്കിൽ അയാളോ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യണം? പുറകോട്ട് എങ്ങോട്ട് നിൽക്കുക. ഈ സ്ത്രീ പോയി ക്യാമറയും പിടിച്ച് അങ്ങോട്ട് പോയി അയാളുടെ ദേഹത്ത് മുട്ടി നിൽക്കുന്ന പോലെ ഒരു വീഡിയോസാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ ബസ്സിൽ അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഈ സ്ത്രീ വന്നിട്ട് ആ പുള്ളിക്കാരൻ്റെ ദേഹത്ത് പോയി മുട്ടുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും. വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആളുടെ കൈ അറിയാതെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ബസ്സല്ലേ, ബസ്സാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിന്നൊക്കെ ഇരിക്കും. ആ സമയത്ത് നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിന്നൊക്കെ ഇരിക്കും. എന്തെങ്കിലും മോശമായ രീതിയിൽ ഈ സ്ത്രീയെ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രതികരിക്കുക. ഇത് ചുമ്മാ വീഡിയോ വൈറലാവാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇട്ട് എനിക്ക് വൈറലാവണം, നാലാളുടെ മുന്നിൽ ഇതാവണം എന്നൊരു വിചാരത്തിൽ മാത്രം എടുത്തൊരു വീഡിയോസാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അയാൾ മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അയാളോട് പറയാമായിരുന്നു, കുറച്ച് അങ്ങോട്ട് നീങ്ങി നിൽക്കു ചേട്ടാ, അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് അങ്ങോട്ട് പുറകോട്ട് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ വീഡിയോസ് വൈറലാവാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇപ്പം എന്തായി? വീഡിയോ വൈറലായി, പക്ഷെ അത് കാണാനുള്ള ആൾ ഇപ്പോൾ പുറത്തില്ലല്ലോ, അകത്തായില്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. വീഡിയോസ് വൈറലാവാൻ വേണ്ടി എന്ത് തോന്നിയ വശം സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വന്ന് ചില പെണ്ണുങ്ങളുടെയൊക്കെ വിചാരമുണ്ട്. അപ്പോൾ നിൻ്റെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതുപോലെ കാണിച്ചാൽ നീയും കുടുംബം കുട്ടിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഒരാളല്ലേ. അപ്പോൾ നിനക്കും ഇത് തന്നെയാണ് നാളെ ഗതി. ഇതുപോലെ പുറത്തു പോയി കിടക്കാം. എല്ലാ പുരുഷന്മാർക്കും ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതുമാതിരിയൊക്കെ അപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തരം ആത്മഹത്യ. അല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. കാരണം നാലാളുടെ മുന്നിൽ ഇറങ്ങി നടക്കുന്നത് അവരാണ്. ഇത്രയും മോശക്കാരനാണ് എന്ന രീതിയിലാണ് ആ സ്ത്രീ വീഡിയോസ് എല്ലാം തെറ്റിദ്ധരിച്ചെടുത്ത് വൈറലാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് സാധാരണ ഒരു കുടുംബത്തിൽ പിറക്കുന്ന ആർക്കും സഹിക്കാൻ പറ്റില്ല. അതിപ്പോൾ നമുക്കായാലും അത് സഹിക്കാൻ പറ്റില്ല. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി വീഡിയോസ് വൈറലാവാൻ നോക്കുന്ന ചേച്ചിമാരെ ചേട്ടന്മാരെ സൂക്ഷിച്ചോളൂ. നിങ്ങളുടെ ഗതി ഇത് തന്നെയാണ്. ഇപ്പോൾ അറിയുന്നുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താന്ന്.